Welcome to Geoid IS Current Affairs Top Line. Geoid IS has launched PCM batch targeting 2027 civil service examination only for rupees 1000 per month. One time payment 2 years ചെയ്യുന്നവർക്ക് 5000 rupees 2 years classes and subscription ലഭിക്കുന്നതായിരിക്കും. So join now for quality classes at affordable rates. So our first topic is species in news. Ganga dolphin, Indus River dolphin, Irrawaddy dolphin. Ganga dolphin, as we know, it's a national aquatic animal of India. Local name Susu എന്നാണ്. ആൾക്ക് കണ്ണില്ല. ഗംഗ ഡോൾഫിൻ അല്ലെങ്കിൽ ഗാൻജറ്റിക് ഡോൾഫിൻ ഇക്കോ ലൊക്കേഷൻ വെച്ചിട്ടാണ് അതിൻ്റെ ഇരയെ അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള ഒബ്സ്റ്റക്കിളിനെ തിരിച്ചറിയുന്നത്. വാട്ട് ഈസ് ഇക്കോ ലൊക്കേഷൻ? അൾട്രാസോണിക് സൗണ്ട്സ് യൂസ് ചെയ്തിട്ട് ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റിനെ തിരിച്ചറിയുന്നതാണ് ഇക്കോ ലൊക്കേഷൻ. ബാറ്റ്സ് ഓൾസോ യൂസ് ഇക്കോ ലൊക്കേഷൻ. UPSC question has been asked from this area. What is echolocation? അല്ലെങ്കിൽ echolocation കാണിക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഫങ്ഷണലി ബ്ലൈൻഡ് ആണ്. A long thin snout, rounded belly, stocky body and large flippers. ഇതാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇത് ജനറ്റിക്കലി ഡിഫറെൻ്റ് ആണ്. ആരിൽ നിന്നും? ഇൻഡസ് റിവർ ഡോൾഫിനിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ഇറാവഡി ഡോൾഫിൻ ഫ്രഷ് വാട്ടർ അല്ല, അത് ബ്രാക്കിഷ് വാട്ടറിലും ഓഷ്യൻസിലും ജീവിക്കുന്നതാണ് ഇറാവഡി ഡോൾഫിൻ. IUCN സ്റ്റാറ്റസ് എൻഡേഞ്ചേർഡ് ആണ്. ഈ ഗാൻജറ്റിക് ഡോൾഫിൻ ആയാലും ഇൻഡസ് റിവർ ഡോൾഫിൻ ആയാലും ശരി, IUCN സ്റ്റാറ്റസ് എൻഡേഞ്ചേർഡ് തന്നെയാണ്. ഗംഗ ഡോൾഫിൻസ് ലൈക്ക് കീ ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആണ്. എന്താണ് ഇൻഡിക്കേറ്റർ സ്പീഷീസ്? ആ ഒരു റിവർ വാട്ടറിൻ്റെ ഹെൽത്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ജീവിവർഗമാണ് ഗാൻജറ്റിക് ഡോൾഫിൻ എന്ന് പറയുന്നത്. ഈ 3 ഡോൾഫിൻസും IUCN സ്റ്റാറ്റസ് എൻഡേഞ്ചേർഡ് ആണ്. നമ്മൾ വിചാരിക്കും ഗംഗ ഡോൾഫിനൊക്കെ IUCN സ്റ്റാറ്റസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണെന്ന്. അല്ല, 3 എണ്ണത്തിനും എൻഡേഞ്ചേർഡ് തന്നെയാണ്. ആൻഡ് കൺസർവേഷൻ മെഷേഴ്സ് ഒരുപാടുണ്ട്. ഈ ഗംഗാ ഡോൾഫിൻ പ്രധാനമായിട്ടും ഈ ഫിഷിംഗ് വലകളിലൊക്കെ കുടുങ്ങി ഒരുപാട് ചത്തുപോകാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഡോൾഫിൻസിൻ്റെ അവസ്ഥ, ഈ ഓഷ്യനിക് പൊല്യൂഷൻ കാരണമൊക്കെ ഒത്തിരി ഇരാവാടി ഡോൾഫിൻസും ചത്തുപോകാറുണ്ട്. സോ കൺസർവേഷൻ മെഷേഴ്സ്: പ്രൊജക്ട് ഡോൾഫിൻ, വിക്രംശില, ചമ്പൽ റിവർ കൺസർവേഷൻ സോൺ, ഇന്ത്യാസ് ഫസ്റ്റ് നാഷണൽ ഡോൾഫിൻ റിസർച്ച് സെൻറ്റർ അറ്റ് പാറ്റ്ന, ആൻഡ് കൺസർവേഷൻ അഷ്യൂർഡ് റിവർ ഡോൾഫിൻ സ്റ്റാൻഡേർഡ്സ് 2021. സ്പീഷീസ് ഫോക്കസ് ടൂൾ ടു ഇംപ്രൂവ് ദ റിവർ ഡോൾഫിൻ കൺസർവേഷൻ എഫേർട്സ്. അങ്ങനെ പലതരത്തിലുള്ള എഫേർട്സ് ആൻഡ് കൺസർവേഷൻ മെഷേഴ്സ് ഈ ഒരു ഡോൾഫിൻ വർഗത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഗാൻജറ്റിക് ഡോൾഫിൻ, ഇൻഡസ് റിവർ ഡോൾഫിൻ. ഇരാവഡി ഡോൾഫിൻ ഔട്ട്സൈഡ് ഇന്ത്യയാണ്, പക്ഷേ ഓപ്ഷൻസിൽ വന്ന് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് ചീറ്റ. 2 ടൈപ്സ് ഓഫ് ചീറ്റ ഉണ്ട്: ഏഷ്യാറ്റിക് ചീറ്റ, ആഫ്രിക്കൻ ചീറ്റ. ഏഷ്യാറ്റിക് ചീറ്റ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണെങ്കിലും ഇന്ത്യയിൽ അത് എക്സ്റ്റിങ്ക്റ്റ് ആണ്. ആക്ച്വലി ഇന്ത്യയിൽ നമ്പേഴ്സ് ഏഷ്യാറ്റിക് ചീറ്റയുടെ ഇല്ല. അതുകൊണ്ടാണ് ചീറ്റ ഇൻട്രൊഡ്യൂസിങ് പ്രോഗ്രാംസ് ഒക്കെ ഇപ്പോൾ നടത്തിയത്. ആഫ്രിക്കൻ ചീറ്റ ഇന്ത്യൻ കാടുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും 1-2 ചത്തുപോവുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഈ സ്പീഷീസ് ന്യൂസിൽ വരുന്നത്. സോ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഷെഡ്യൂൾ 1 ഏഷ്യാറ്റിക് ചീറ്റ. ക്യാരക്ടറിസ്റ്റിക്സ്: വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് മാമലാണ് ആൻഡ് ദ ഓൺലി ലാർജ് കാർണിവോർ ടു ബി എക്സ്റ്റിങ്ക്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയതാണ്. അൺലൈക്ക് അതർ ബിഗ് ക്യാറ്റ്സ്. ബിഗ് ക്യാറ്റ്സ് ഏതൊക്കെയാണ്? ലയൺസ്, ടൈഗേഴ്സ്, ലെപ്പേർഡ്സ്, ജാഗേഴ്സ്. ചീറ്റാസ് ഡോണ്ട് റോർ. ഇതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ചീറ്റാസ് റോർ ചെയ്യാറില്ല, അത് ക്രൈ ചെയ്യാറാണ്. മ്യൂ ലൈക്ക് ഒരു ക്യാറ്റ് ലൈക്ക് സൗണ്ടാണ് ഉണ്ടാക്കുന്നത്. ഏഷ്യാറ്റിക് ചീറ്റ ഫൗണ്ട് ഓൺലി ഇൻ ആരിഡ് റീജിയൻസ് ഓഫ് ഈസ്റ്റേൺ ഇറാൻ. ആരിഡ് മീൻസ് ഡ്രൈ ആണ്. ഒഫീഷ്യലി ഡിക്ലെയർഡ് എക്സ്റ്റിങ്ക്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലാണ് ഏഷ്യാറ്റിക് ചീറ്റ എക്സ്റ്റിങ്ക്റ്റ് ആയി. 1952 എക്സ്റ്റിങ്ക്റ്റ് ആയി. ആഫ്രിക്കൻ ചീറ്റ ഫൗണ്ട് ഇൻ ഗ്രാസ് ലാൻഡ്സ്, സ്ക്രബ് ലാൻഡ്സ് ആൻഡ് ഓപ്പൺ ഫോറസ്റ്റ് അക്രോസ് ദ കോണ്ടിനെന്റ്, സ്പെഷ്യലി ഇൻ ബോട്സ്വാന, നമീബിയ ആൻഡ് സൗത്ത് ആഫ്രിക്ക. നമീബിയ ഹോൾസ് ദ ലാർജസ്റ്റ് പോപ്പുലേഷൻ. ചീറ്റ പോപ്പുലേഷൻ കൂടുതൽ നമീബിയയിലാണ്. നെക്സ്റ്റ് ഇസ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. Genesis, launched by India in 2023 to commemorate 50 years of Project Tiger. ടൈഗറിൻ്റെ എണ്ണം ഡബിൾ ആക്കി നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്ട് ടൈഗർ. നമ്മളാണ് ഈ ഒരു ബിഗ് ക്യാറ്റ് അലയൻസ് ലോഞ്ച് ചെയ്തത്. എൻറ്റിറ്റി ടൈപ്പ്: ട്രീറ്റി ബേസ്ഡ് ഇന്റർ ഗവൺമെൻറ്റൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആൻഡ് ലീഗൽ എൻറ്റിറ്റി.
ഒരു ട്രീറ്റി ബേസ്ഡ് ആണ്, ഗവൺമെൻറ്റുകൾ തമ്മിലാണ്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. എന്തിനാണ്? എയിം ടു കൺസേർവ് 7 ബിഗ് കാറ്റ്സ്. ഏതൊക്കെയാണ് ഈ 7 ബിഗ് കാറ്റ്സ്? പഠിച്ചു വെച്ചോളാം, ഇമ്പോർട്ടൻ്റ് ആണ്. ടൈഗർ, ലയൺ, ലെപ്പേർഡ് IUCN പ്രകാരം വൾണറബിൾ ആണ്. സ്നോ ലെപ്പേർഡ്, ചീറ്റ, ജാഗർ നിയർ ത്രെറ്റൻ ആൻഡ് പ്യൂമ ലീസ്റ്റ് കൺസേൺ. ലീസ്റ്റ് കൺസേൺ മീൻസ് നമ്പർ ഇനഫ് ആയിട്ടുണ്ട്, അതിന് വളരെ അപകടകരമായിട്ടുള്ള സാധ്യതയിൽ ഇല്ല. ഓക്കെ. All except puma and jaguar are found in India and protected under Schedule 1 of Wildlife Protection Act 1972. ഇതിലെ പല അതായത് ടൈഗർ ആയാലും ശരി, ലയൺ ആയാലും ശരി, ഇതിൻ്റെയൊക്കെ പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. ഓക്കെ. ഇന്ത്യയിൽ ഷെഡ്യൂൾ 1 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് ഷെഡ്യൂൾ 1 ഇന്ത്യയിലുള്ള ബിഗ് കാറ്റ്സ് എല്ലാം പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്. പ്യൂമ ആൻഡ് ജാഗർ ഇന്ത്യയിൽ കാണപ്പെടാറില്ല. ഈ ഒരു ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അസംബ്ലി serves as apex decision making body. ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്ന ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് അസംബ്ലി ആണ്. കൺവീൻഡ് അറ്റ്ലീസ്റ്റ് വൺസ് എവറി 2 years, 2 വർഷത്തിൽ വിളിച്ചു കൂട്ടും. ന്യൂഡൽഹി ഹോസ്റ്റഡ് ഫസ്റ്റ് അസംബ്ലി ഓഫ് IBCN 2025. ഡൽഹിയാണ് ഫസ്റ്റ് മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്തത്. നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് എൻവയൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഈ ഒരു അസംബ്ലി പ്രിസൈഡ് ചെയ്തത്, പ്രസിഡന്റ് ആയിരുന്നത്. നെക്സ്റ്റ് ആർ ഏഷ്യാറ്റിക് ഗോൾഡൻ കാറ്റ്, കരൈക്കൽ കാറ്റ്, ഫിഷിംഗ് കാറ്റ്, യുറേഷ്യൻ ലിങ്ക്സ്. ഇതിൽ നക്ടേണൽ ആരൊക്കെയാണെന്ന് ഒന്ന് സെപ്പറേറ്റ് തന്നെ പഠിച്ചു വെച്ചേക്കണം. ഫസ്റ്റ് ഏഷ്യാറ്റിക് ഗോൾഡൻ കാറ്റ് നിയർ ത്രെട്ടൻഡ് ആണ്, IUCN സ്റ്റാറ്റസ്. കരൈക്കൽ കാറ്റ് ലീസ്റ്റ് കൺസേൺഡ് ആണ്. ഫിഷിംഗ് കാറ്റ് വൾണറബിൾ ആണ്. യുറേഷ്യൻ ലിങ്ക്സ് ലീസ്റ്റ് കൺസേൺ ആണ്. പക്ഷേ ഇവയെല്ലാം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഷെഡ്യൂൾ 1 പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. പ്രൊട്ടക്ഷൻ ലെവൽ കൂടുതലാണ്. ഫസ്റ്റ് ഏഷ്യാറ്റിക് ഗോൾഡൻ കാറ്റ് ഹാബിറ്റാറ്റ് എൻഡമിക് ടു ഇൻഡോ മലയൻ എക്കോറെലം, വൺ ഓഫ് ദ ഹോട്ട് സ്പോട്ട്സ് ആണ് ഇതിൻ്റെ ഒരു ഹാബിറ്റാറ്റ് വരുന്നത്. ലൈക്ക് ആസാം, സിക്കിം, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് ആൻഡ് വെസ്റ്റ് ബംഗാൾ. ക്യാരക്ടറിസ്റ്റിക്സ് ടെറിട്ടോറിയൽ ആൻഡ് സോളിറ്ററി. എന്താണ് സോളിറ്ററി? അത് ഗ്രൂപ്പായിട്ടല്ല, ഒറ്റയ്ക്കാണ് സഞ്ചാരം അല്ലെങ്കിൽ വേട്ടയാടൽ. അടുത്ത കരൈക്കൽ കാറ്റ് ആണെങ്കിൽ ഹാബിറ്റാറ്റ് ആരിഡ്, ഡ്രൈ ആയിട്ടുള്ള സെമി ആരിഡ് ആയിട്ടുള്ള റീജിയൻസ് ആണ്. റിപ്പോർട്ടഡ് ഇൻ ഓൺലി 3 states ഇൻ ഇന്ത്യ, രാജസ്ഥാൻ, ഗുജറാത്ത് ആൻഡ് മധ്യപ്രദേശ്. ഈ 3 സ്റ്റേറ്റ്സിൽ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓൾസോ കോൾഡ് സിയ ഘോഷ്, ബ്ലാക്ക് ടഫ്റ്റഡ് ഇയേഴ്സ്. സോളിറ്ററി ആണ്. ആൻഡ് ടെറിട്ടോറിയൽ ആനിമൽ നക്ടേണൽ ആണ്, നിശാസഞ്ചാരിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഷിംഗ് കാറ്റ് ഹാബിറ്റാറ്റ് വെറ്റ്ലാൻഡ്സ് ആണ്, പേര് തന്നെ ഉണ്ടല്ലേ, വെറ്റ്ലാൻഡ് എൻവയൺമെൻറ്റ്സിലാണ് ജീവിക്കുന്നത്. സുന്ദർബൻസ്, ഹിമാലയൻ ഫുഡ് ഹിൽസ് ആൻഡ് പാർട്സ് ഓഫ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ഇവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്. ക്യാരക്ടറിസ്റ്റിക് നക്ടേണൽ, രാത്രി സഞ്ചാരിയാണ്. വെബ്ഡ് ഹിൻ ഫീറ്റ് ടു പ്രൊപ്പൽ ഇറ്റ്സെൽഫ് ഇൻ ഷാലോ വാട്ടർ, ആഴം കുറഞ്ഞ വെള്ളത്തിൽ. ഇതുപോലെ തന്നെ അതിന് ഫിഷിങ്ങിന് സഹായിക്കുന്ന ഫീറ്റാണ്, വെബ്ഡ് ഫീറ്റാണ് അതിനുള്ളത്. യുറേഷ്യൻ ലിങ്ക്സ് ഹാബിറ്റാറ്റ് ബാരൻ, റിലേറ്റീവ്ലി ഓപ്പൺ റോക്കി മൗണ്ടെയ്ൻസ്, വളരെ ബാരൻ ആയിട്ടുള്ള പുല്ലുകളൊന്നും ഇല്ലാത്ത റോക്കി മൗണ്ടെയ്ൻസ് ആണ്, അല്ലെങ്കിൽ മൗണ്ടൻസ് പ്ലേറ്റോ ഓഫ് സെൻട്രൽ ഏഷ്യയിലാണ് കാണപ്പെടുന്നത്. സം പാർട്സ് ഓഫ് ലഡാക്ക് ഇൻ ഇന്ത്യ ഓൾസോ, ലഡാക്കിലും കാണപ്പെടാറുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് പ്രൈമർലി സോളിറ്ററി ആണ്, ടെറിട്ടോറിയൽ ആണ്, ആൻഡ് നക്ടേണൽ ആനിമൽസ്. അപ്പോൾ 3 നക്ടേണൽ ആണല്ലേ. കരൈക്കൽ കാറ്റ്, ഫിഷിംഗ് കാറ്റ്, യുറേഷ്യൻ ലിങ്ക്സ് 3 നക്ടേണൽ ആണ്. സെപ്പറേറ്റ് തന്നെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. നെക്സ്റ്റ് ഇക്കണോമിക്സിലൊരു ടോപ്പിക്കാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന മേഖലയാണ് എന്തൊക്കെയാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ ഉള്ളതെന്ന്. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും പഠിക്കുക. ഫോറിൻ കറൻസി അസറ്റ്സ് കാണും, ഗോൾഡ് റിസർവ്സ് ഉണ്ടായിരിക്കും, ഹെൽഡ് വിത്ത് RBI, എല്ലാം RBIയിലാണ്. ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് മൊത്തം എവിടെയാണ്? RBIയിലാണുള്ളത് അല്ലേ. അപ്പോൾ ഫോറിൻ കറൻസി അസറ്റ്സ് ഉണ്ടാവും, ഗോൾഡ് റിസർവ്സ് ഉണ്ടാവും, ഹോൾഡിങ്സ് വിത്ത് IMF, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ഉണ്ടാവും. നമുക്ക് IMFൽ നിന്നും എടുക്കാനാകുന്ന തുകയാണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. റിസർവ് ട്രാൻഷേ പൊസിഷൻ, അത് നമ്മുടെ മെമ്പേഴ്സ് കോട്ടയും IMFിൻ്റെ ഹോൾഡിങ്സും വെച്ചിട്ട് ഒരു റേഷ്യോയിലാണ് നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അതിലോട്ടൊന്നും ഡെപ്തിലേക്ക് പോകണ്ട, ഈ പേരുകളെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ ന്യൂസിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ ഗോൾഡ് റിസർവ്സ് RBI കൂട്ടിയിരിക്കുകയാണ്, ഗോൾഡായിട്ട് റിസർവ് ചെയ്യുന്നത് കൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ന്യൂസിൽ വന്നത്. സോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ ഉള്ളത് എന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും കൂടുതൽ ചോദിക്കുക. ഇതിലില്ലാത്തൊരു കമ്പോണൻ്റ് എടുത്ത് ഈ ഒരു ലിസ്റ്റിൽ കൂടെ ഇട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കും. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, നമ്മുടെ ടോട്ടൽ റിസർവ്സ്, ഫോറിൻ കറൻസി അസറ്റ്സ്, ഗോൾഡ് റിസർവ്സ്, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എത്രയാണ്, റിസർവ് പൊസിഷൻ എത്രയാണ്, ഇതെല്ലാം ഞാൻ താഴെ ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കീ ഹൈലൈറ്റ് എന്താണ്?
നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഒരു റെക്കോർഡ് ഹൈറ്റിലെത്തിയിരുന്നു. എപ്പോൾ? ഒരു ഫെബ്രുവരി 27 അത് കഴിഞ്ഞതോടുകൂടി റെക്കോർഡ് ഹൈയിലെത്തിയിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഡിക്ലൈനാണ് ഫേസ് ചെയ്യുന്നത്. നമുക്കറിയാം വാർ പീരീഡ് ആണ്. സോ ഒബ്വിയസ്ലി റീസെൻറ്റ് ഡിക്ലൈനാണ് കാണപ്പെടുന്നത്. These reserves managed by RBI are essential for stabilizing rupee, bolstering economic security and covering imports. ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ്. ഓക്കെ, ഇതെല്ലാം മാനേജ് ചെയ്യുന്ന RBI ആണ്. നമുക്ക് രൂപയുടെ മൂല്യം സ്റ്റെബിലൈസ് ചെയ്യാനും, രൂപയുടെ മൂല്യം താഴാൻ പാടില്ല, അത് സ്റ്റേബിളായി നിൽക്കണം. ബോസ്റ്ററിങ് എക്കണോമിക് സെക്യൂരിറ്റി ആൻഡ് കവറിങ് ഇമ്പോർട്ട്സ്. രൂപയുടെ മൂല്യം താഴ്ന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ട് എക്സ്പോർട്ടിനെ ബാധിക്കും. എക്സ്പോർട്ട് നമുക്ക് നഷ്ടത്തിലാവുകയും ഇമ്പോർട്ട് ചെയ്യുന്നവർക്ക് അത് ലാഭകരമാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ത്യക്ക് അത് നഷ്ടമാണ്. കാര്യം നമ്മുടെ എക്സ്പോർട്ടിനെ അത് സാരമായിട്ട് ബാധിക്കും. രൂപയുടെ മൂല്യം സ്റ്റേബിൾ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പോർട്ടിനെ അത് സാരമായി ബാധിക്കും. സോ നമ്മുടെ എക്കോണമിയെ സാരമായി ബാധിക്കും. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും മനസ്സിലാക്കി വെച്ചിരിക്കുക. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലെറ്റ്സ് സീ ഇൻ അവർ നെക്സ്റ്റ് സെഷൻ. ബൈ. താങ്ക് യു.